ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഹരിസ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് NCERT ക്ലാസ് 12ലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചാപ്റ്ററായ വേവ് ഒപ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ, വേവ് ഫ്രണ്ടുകളെ കുറിച്ചും ഹൈജീൻ പ്രിൻസിപ്പിളിനെ കുറിച്ചും ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഈ ചാപ്റ്ററിലേക്ക് എത്തിപ്പെട്ടു, അല്ലെങ്കിൽ എന്തിന് NCERT ഈ ഒരു ചാപ്റ്റർ എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. സ്റ്റേ ഫോക്കസ്ഡ്. വീഡിയോ തുടക്കം തൊട്ട് എൻഡ് വരെ കാണുക. വൃത്തിയായി കൃത്യമായി നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും സാധിക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് ഡൈവ് ഇൻടു ദി വീഡിയോ. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന കോൺസെപ്റ്റ് ആണ് കൊഹറന്റ് സോഴ്സ്. അപ്പൊ എന്താണ് സോഴ്സ്? അറിയാമല്ലോ. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, whichever emits light, നമുക്ക് അതിനെ സോഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതെന്താണ്? ഒരു സോഴ്സ് ആണ്. ഇത് കൊഹറന്റ് സോഴ്സ് ആണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ കൊഹറന്റ് സോഴ്സ്? എന്താണെന്ന് അറിയാം. ഇറ്റ്സ് വെരി ക്ലിയർ, വി നോ വാട്ട് സോഴ്സ് ഇസ്. ബട്ട് കൊഹറന്റ് സോഴ്സ് എന്ന് വെച്ചാൽ എന്താ? കൊഹറന്റ് സോഴ്സ് എന്ന് വെച്ചാൽ രണ്ടുണ്ട് കണ്ടീഷൻ, അല്ലെങ്കിൽ രണ്ടുണ്ട് പ്രത്യേകതകൾ. കൊഹറന്റ് സോഴ്സിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് അതിന്റെ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണ്. എന്താണ് ഒന്നാമത്തെ കണ്ടീഷൻ, അല്ലെ ഒന്നാമത്തെ ഫ്യൂച്ചർ? കൊഹറന്റ് സോഴ്സുകൾ എന്ത് ചെയ്യുന്നേ? വെളിയിലോട്ട് ലൈറ്റുകളെ എമിറ്റ് ചെയ്യും, അല്ലെ? ലൈറ്റ് വേവ്സിനെ എമിറ്റ് ചെയ്യും, അല്ലെ? ഈ എമിറ്റ് ചെയ്യുന്ന ഏത് ലൈറ്റ് വേവ്സ് വേണേലും എടുത്തോ, ഇവനെ എടുക്കാം, ആരെ വേണേലും എടുക്കോ. ഇറ്റ് വുഡ് ബി ഓഫ് സെയിം ഫ്രീക്വൻസി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് വന്നിട്ട് 2 ഹെഡ്സ് ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 2 ഹെഡ്സ്. ഇത് എത്ര ആയിരിക്കും? 2 ഹെഡ്സ്. ഇതോ 2 ഹെഡ്സ്. കൊഹറന്റ് സോഴ്സിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഏത് ലൈറ്റ് വേവ്സ് എടുത്താലും ദാറ്റ് വുഡ് ബി ഓഫ് സെയിം ഫ്രീക്വൻസി. അത് മാത്രമേ ഉള്ളൂ? അല്ല. കൊഹറന്റ് സോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇറ്റ് വിൽ ഓൾവേസ് മെയിൻറ്റെയിൻ ഒരു കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസും ഒരു കൊഹറന്റ് സോഴ്സ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ കൊഹറന്റ് സോഴ്സ് പറഞ്ഞാൽ രണ്ടാണ് പോയിന്റ്. ഒന്ന്, ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിരിക്കും. 2, എന്തായിരിക്കും? കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കും. എന്താണ് ഫേസ് ഡിഫറൻസ്? തൊട്ടടുത്ത സ്ലൈഡിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഇതാണ് കൊഹറന്റ് സോഴ്സ്. എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊഹറന്റ് സോഴ്സ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ? ദാറ്റ്സ് ഓൾ അബൌട്ട് കൊഹറന്റ് സോഴ്സ്. അങ്ങനെയെങ്കിൽ നമുക്ക് ടോപ്പിക്കിലേക്ക് കയറാം. നമ്മുടെ ടോപ്പിക്കാണ് ഇന്റർഫിയറൻസ്. എന്താണ് ഇന്റർഫിയറൻസ്? നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കൊഹറന്റ് സോഴ്സിനെ എടുത്തു. ഓക്കെ, ഞാൻ അതിനെ S1 എന്ന് പേരിട്ടു. ഓക്കെ, ഞാൻ മറ്റൊരു കൊഹറന്റ് സോഴ്സിനെ കൂടി എടുക്കാം. ആൻഡ് ദാറ്റ് ഐ കോൾ ആസ് S2. ഇത് മറ്റൊരു കൊഹറന്റ് സോഴ്സ് ആണ്, അത് S2 ആണ്. കൊഹറന്റ് സോഴ്സിന്റെ പ്രത്യേകത എന്താ? അത് ലൈറ്റിനെ എമിറ്റ് ചെയ്യും, അല്ലേ? ഈ എടുത്തേക്കുന്ന 2 കൊഹറന്റ് സോഴ്സിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ലൈറ്റുകളുടെ ഫ്രീക്വൻസി അത് സെയിം ആയിരിക്കണം. ഈ S1 എന്ന കൊഹറന്റ് സോഴ്സ് എമിറ്റ് ചെയ്യുക ഒരു ലൈറ്റ് വേവിനെ. ഓക്കെ, അതിന്റെ ഫ്രീക്വൻസിയും അതേപോലെ ഇതിന്റെ ഫ്രീക്വൻസി, സപ്പോസ് ഇത് 3 ഹെഡ്സ് ആണെന്ന് വിചാരിച്ചു, അതേപോലെ ഫ്രീക്വൻസി എമിറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു കൊഹറന്റ് സോഴ്സ് ആയിരിക്കും രണ്ടാമത്തേതും. അതും എന്ത് ചെയ്യാണ്? ഒരു ലൈറ്റ് വേവിനെ ഇങ്ങനെ എമിറ്റ് ചെയ്തു. അതിന്റെ ഈ ഫ്രീക്വൻസി എത്ര ആണ്? 3 ഹെഡ്സ്. അങ്ങനെ ഒരേ ഫ്രീക്വൻസി ഉള്ള 2 വേവുകൾ ഈ ഒരു പോയിന്റിൽ വന്ന് എന്ത് ചെയ്തു? കൂട്ടിമുട്ടി. അങ്ങനെ കൂട്ടിമുട്ടുകയാണെങ്കിൽ ആ ഒരു പ്രൊസീജിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റർഫിയറൻസ്. എന്താണ് കുഞ്ഞുങ്ങൾ ഇന്റർഫിയറൻസ്? We can consider 2 coherent sources and the light emitting from both the coherent sources are of same frequency, and if they meet at a particular point, and that phenomena can be mentioned as interference. അതിനെയാണ് നമ്മൾ ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കാലോ, എന്താണ് ഇന്റർഫിയറൻസ് എന്നുള്ള ഡെഫിനിഷൻ. ഇന്റർഫിയറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്നതാണ് when 2 light waves having same frequency, ഒരേ ഫ്രീക്വൻസി ഉള്ള 2 ലൈറ്റ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്താണ്? വന്ന് കൂട്ടിമുട്ടുക എന്ന വാക്കാണ് സൂപ്പർ ഇമ്പോസ്. when 2 waves of same frequency superimpose, എന്ത് പറ്റും? there will be a region of maximum intensity and minimum intensity. അതെന്താണ് സർ? ഏതോ റീജിയൻ കിട്ടും മാക്സിമം ഇന്റൻസിറ്റി, മിനിമം ഇന്റൻസിറ്റി കിട്ടും എന്ന് പറഞ്ഞു. അത് സാർ കുറച്ച് പറഞ്ഞല്ലോ, പറയാലോ. ജസ്റ്റ് ഡെഫിനിഷൻ മനസ്സിലാക്കുക. എന്താണ് ഈ മാക്സിമം ആൻഡ് മിനിമം ഇന്റൻസിറ്റി? നമ്മൾ വൈകാതെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും മാത്രം ഓർക്കുക. ഇന്റർഫിയറൻസ് എന്ന് വെച്ചാൽ ഒരേ ഫ്രീക്വൻസിയിലുള്ള 2 വേവുകൾ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ഇന്റർഫിയറൻസ് ഓഫ് ലൈറ്റ് വേവ്സ്. ക്ലിയർ? ഓക്കെ, ഇനിയും അങ്ങനെയെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എത്ര ടൈപ്പ് ഓഫ് ഇന്റർഫിയറൻസ് ഉണ്ട്. കൂട്ടിമുട്ടുന്ന ആ പ്രൊസീജിയറിനെയാണ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. Then how many types of interference are there? Basically, there are 2 types of interference. ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. രണ്ടാമത്തേത് എന്താണ്?
ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. സോ ഇന്റർഫിയറൻസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്, രണ്ടാമത്തേത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ്, എന്താണ് ഇതിന്റെ പ്രത്യേകത, അതും കൂടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം അല്ലേ. എക്സാമിന് ഉറപ്പായിട്ടും ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. There will certainly be questions from these topics. So എന്താണ് അതിന്റെ വ്യത്യാസം, എന്താണ് അതിന്റെ സിമിലാരിറ്റി എന്തെങ്കിലും ഉണ്ടോ, പ്രത്യേകത എന്താണ് അറിഞ്ഞിരിക്കണ്ടേ. സോ നമുക്ക് ആദ്യത്തെ ആളിനെ എടുക്കാം. ഏത്? കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്താണെന്ന് നോക്കാം. സോ ഹെഡിങ് കൊടുത്തിട്ട് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. സോ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് നോക്കാലോ. നമ്മുടെ കയ്യിൽ ഞാൻ നേരത്തെ നമ്മൾ സ്ലൈഡിൽ കണ്ടില്ലായിരുന്നോ, എവിടെ രണ്ട് വേവുകൾ ഇങ്ങനെ വന്ന് ഈ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സിനെ നമ്മൾ ഇന്റർഫിയറൻസ് എന്ന് പറഞ്ഞേ. റിമെമ്പർ? ഓൾറൈറ്റ്. അങ്ങനെയെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എപ്പോഴാണ് ഉണ്ടാവുന്നത് നോക്കാം. സോ ഇവിടെ രണ്ട് വേവ് വന്നെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒന്നാമത്തെ വേവിനെ ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവാം. ഞാൻ വേണേൽ ഒരേ കളർ യൂസ് ചെയ്യാം, അതാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ ഇതാണ് സംഭവം. ഇതൊരു യെല്ലോ ലൈൻ, ഇവിടുന്ന് ഇങ്ങനെ ഒരു ഗ്രീൻ വേവും വന്നു. ഇത് രണ്ടും കൂടിയാണ് ഇന്റർഫിയർ ചെയ്തത്. ഓക്കെ. സോ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസിനായിട്ട് ഞാൻ ആദ്യം എന്താണ് ഈ ഗ്രീൻ വേവിനെ ഞാൻ വേവ് പോലെ ഒന്ന് കാണിച്ചു തരികയാണ്. സോ വേവ് എങ്ങനെയാണ്? ഇതാണ് ആദ്യത്തെ വേവ്. ഓക്കെ. സോ ഇതിന്റെ കൂടെ ആരും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ വേവ് കൂടി അവിടെ ജോയിൻ ചെയ്യുന്നു. ആൻഡ് ദി യെല്ലോ ലൈൻ, ആ യെല്ലോ ലൈൻ നമുക്ക് കാണാമല്ലോ. സോ ഇതാണ് രണ്ടാമത്തെ ആ വേവ്. സോ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേവും ഇതിലെ ഒന്നാമത്തെ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അറിയാലോ എന്റെ കുഞ്ഞുങ്ങൾക്ക്, ഈ ഒരു അകലം, അത് ഞാൻ A1 എന്ന് വിളിച്ചു. രണ്ടാമത്തെ വേവ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഞാൻ A2 എന്ന് വിളിച്ചു. ഇങ്ങനെ രണ്ടും കൂടി ജോയിൻ ചെയ്താൽ ഇഫ് ദ ഇന്റർഫിയറൻസ് ഇസ് കൺസ്ട്രക്റ്റീവ് then we can obtain a wave whose amplitude is the sum of both. അതായത് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടന്റ് വേവിനെ കിട്ടുമല്ലോ. ആ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ രണ്ടിന്റെയും കൂടി സം ആയിരിക്കും. ഇറ്റ് വിൽ ബി A1 plus A2. സോ ഈ കാണുന്ന ഇന്റർഫിയറൻസിനെയാണ് നമ്മൾ ഒരു കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഗ്രീൻ വേവ് ആണ് ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തേ, ഈ യെല്ലോ ആണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തേ. ഈ രണ്ട് വേവും കൂടി ജോയിൻ ചെയ്ത് എന്താവും? ഇത് രണ്ടിന്റെയും കൂടി സം ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് വരുന്ന മറ്റൊരു വലിയ വേവ് ആയിട്ട് ഇന്റൻസിറ്റി കൂടി അല്ലേ. കാണുമ്പോൾ അറിയാം ഇവിടെ ഇന്റൻസിറ്റി കൂടി മാക്സിമം ആയി. സോ അതൊരു പോയിന്റ് ആണ്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് നമ്മൾ ഇപ്പം രണ്ട് കാര്യം മനസ്സിലാക്കി. ഒന്ന്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? കൂടും. ഇന്റൻസിറ്റി എന്തായിരിക്കും? ഇഫ് ദ ഇന്റർഫിയറൻസ് ഇസ് കൺസ്ട്രക്റ്റീവ്, ഇന്റൻസിറ്റി കൂടും. ക്ലിയർ ആയോ? ഇതൊക്കെയാണ് ചില പ്രത്യേകതകൾ. അപ്പൊ നമുക്ക് ആ ഫ്യൂച്ചേഴ്സ് വന്നിട്ട് സൈഡിലോട്ടൊന്ന് എഴുതാം, നമുക്ക് മനസ്സിലായ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളും. സോ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണെങ്കിൽ ഒന്നാമത്തെ കേസ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? കൂടും. അല്ലെങ്കിൽ ഇന്റൻസിറ്റി മാക്സിമം ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം I max is equal to A1 plus A2 the whole square എന്ന് പറയാം. ഇത് എവിടുന്ന ഈ റിലേഷൻ? കാരണം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ഇന്റൻസിറ്റി, ഒരു വേവിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് I എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. അത് വെച്ചാണ് നമ്മൾ ഈ കാര്യം എഴുതിയേക്കുന്നത്. ഇവിടെ നമുക്കറിയാം കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ഇന്റൻസിറ്റി എന്താണ്? മാക്സിമം ആണ്. സോ I max അത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ആംപ്ലിറ്റ്യൂഡ്. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? A1 plus A2. സോ I max is proportional to A1 plus A2 the whole square. ഇത് ഒന്നാമത്തെ ഒരു പോയിന്റ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് കാണുമ്പോൾ അറിയാം എല്ലാം എന്താണ്? ഒരേ ഫേസിലാണ്. സോ ഈ രണ്ട് വേവുകളും കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസിലെ രണ്ട് വേവുകളും എന്തായിരിക്കണം? ഒരേപോലത്തെ ഫേസിലായിരിക്കണം. അല്ലെങ്കിൽ ഈ ഒരു ഫേസ് ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഈ ഒരു പോയിന്റ് എടുത്തു, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് എടുത്തു, ഫേസ് ഡിഫറൻസ് നോക്കുമ്പോൾ വലുതായിട്ട് വരുന്നില്ല അല്ലേ. സോ ഫേസ് ഡിഫറൻസ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? ഫൈ എന്ന ലെറ്റർ കൊണ്ടാണ് ഫേസ് ഡിഫറൻസ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഫൈ എന്ന് പറയുന്നത് എന്താണ്? വേണമെങ്കിൽ 0 ആവാം, അല്ലെങ്കിൽ 2π ആവാം, അല്ലെങ്കിൽ 4π ആവാം. ഫേസ് ഡിഫറൻസ് എപ്പോഴും ഈ ഒരു റേഷ്യോ, ഈ ഒരു രീതിയിലായിരിക്കും ഒരു കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് കേസിൽ എപ്പോഴും ഉണ്ടാകുക. സോ അടുത്തൊരു പോയിന്റ് ആയിട്ട് നമുക്ക് അത് പറയാം. ഫേസ് ഡിഫറൻസ് ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കാം? 0, 2π, 4π അങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നോളൂ. മനസ്സിലായോ? അപ്പൊ രണ്ട് പോയിന്റ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു. രണ്ട് വേവ് ചേർന്ന് എന്തുണ്ടാവും? ഒരു ഹയർ ആംപ്ലിറ്റ്യൂഡ്, ഹയർ ഇന്റൻസിറ്റി ഉള്ള ഒരു വേവ് ഉണ്ടാവും. ആൻഡ് ഇന്റൻസിറ്റി എങ്ങനെയാണ്? ഇറ്റ് വുഡ് ബി മാക്സിമം ആൻഡ് ഇറ്റ് വുഡ് ബി പ്രൊപ്പോർഷണൽ ടു A1 plus A2 the whole square. അതേപോലെ തന്നെ ഫൈ എന്ന് പറയുന്നത് എന്താണ്? 0 ആവാം, 2π ആവാം, 4π ആവാം, അങ്ങനെ ഫൈ ആവാം. ഫൈ എന്താണ്? അഗൈൻ ഫേസ് ഡിഫറൻസ്. ഫൈ എന്ന് വെച്ചാൽ ഫേസ് ഡിഫറൻസ് ആണ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും ഒരേ ഫേസിലാണ്, ഒരേപോലെയാണ് രണ്ട് വേവുകളും. അതാണ് ഫേസ് ഡിഫറൻസ്. ക്ലിയർ ആണല്ലോ? ഇനി വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? വേറൊരു പോയിന്റ് കൂടെ ഉണ്ട്. നമുക്ക് പാത്ത് ലെങ്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോയിന്റും കൂടിയുണ്ട്. എന്താണ്? പാത്ത് ലെങ്ത് അല്ല, പാത്ത് ഡിഫറൻസ്. സോ പാത്ത് ഡിഫറൻസ് അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. പാത്ത് ഡിഫറൻസ്. സോ ഞാൻ രണ്ട് വേവ് ഇവിടെ എടുക്കാം. ഓക്കെ, ഇത് ഒരു വേവ്, ഈ വേവ് ദാണ്ട് ഈ ഒരു പോയിന്റിൽ വന്നിടിച്ചു എന്ന് വിചാരിച്ചോ.
ഇവിടെ ആയിട്ട് ഇന്റർഫിയർ ചെയ്തു എന്ന് വിചാരിച്ചു. ഇനി മറ്റൊരു വേവിനെയും കൂടി ഞാൻ എടുക്കുകയാണ്, കൺസിഡർ ചെയ്യുകയാണ്. അതാണ്ട് ഇത് മറ്റൊരു വേവാണ്. ഈ വേവും എന്ത് ചെയ്തു, ഈ ഒരു പോയിന്റിൽ വന്നിരിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ ദാണ്ടേ ഈ രണ്ട് വേവിന്റെ നീളം ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഒരേപോലെയാണോ? അല്ല. വിച്ച് ഇസ് ലോങ്ങർ? നമ്മുടെ പാത്തിൽ നിന്ന് കൂടിയത് ഗ്രീൻ വേവിനാ. സോ തമ്മിലൊരു വ്യത്യാസമില്ലേ? രണ്ടിന്റെയും പാത്തിൽ ഇത് തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ട്? വ്യത്യാസം അറിയാൻ ഇവിടുന്ന് ഇവിടെ നിന്നും താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. ഇവിടെ നിന്നും താഴോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തോരം കൂടുതൽ. ദാണ്ട് ഇത്രയും കൂടുതൽ. ഇതാണ് എന്ത്? പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. എത്ര മാത്രമാണ് കൂടുതൽ, അതാണ് പാത്ത് ഡിഫറൻസ്. വെൻ ഇറ്റ് കംസ് ടു കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു n ലാംഡ. n ലാംഡ എന്ന് വെച്ചാൽ എന്താണ്? ഈ നീളം ഒന്നെങ്കിൽ 1 ലാംഡ ആയിരിക്കും, 2 ലാംഡ ആയിരിക്കും, 3 ലാംഡ ആയിരിക്കും, 4 ലാംഡ ആയിരിക്കും, അങ്ങനെ അങ്ങ് പോകും. ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചായിരിക്കും കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസിൽ പാത്ത് ഡിഫറൻസ്, ആ രണ്ട് വേവിന്റെയും പാത്ത് ഡിഫറൻസ് വരിക. സോ അത് നമുക്ക് അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതാം. എന്തായിരുന്നു നമ്മൾ ഇപ്പൊ പഠിച്ച പോയിന്റ്? പാത്ത് ഡിഫറൻസ് ഇൻ ദ കേസ് ഓഫ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് വുഡ് ബി, പാത്ത് ഡിഫറൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഡെൽറ്റ വെച്ചിട്ട്, അല്ലെങ്കിൽ പി ഡി എന്നോ എന്ത് വേണമെങ്കിലും, അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് എന്നോ പല രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. എനിവേ നമ്മൾ പറയുന്നു പാത്ത് ഡിഫറൻസ് എങ്ങനെയായിരിക്കും? വിൽ ബി ഈക്വൽ ടു n ലാംഡ. സോ പാത്ത് ഡിഫറൻസ് വിൽ ബി ഈക്വൽ ടു n ലാംഡ ആയിരിക്കും. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് n ലാംഡ ആയിരിക്കും. ഫൈ എന്ന് പറയുന്നത് 0 2 π 4 π ആ ഒരു റേഷ്യോ ആയിരിക്കും. ഫേസ് ഡിഫറൻസ് ഐ മാക്സ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും? വിൽ ബി പ്രൊപ്പോർഷണൽ ടു a1 + a2 ദ ഹോൾ സ്ക്വയർ. ഇത്രയും കണ്ടീഷൻസ് ആയിരിക്കും ഇന്റർഫിയറൻസ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. സോ നമ്മളപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് വേവുകൾ കൂട്ടിമുട്ടുക. ആ രണ്ട് വേവുകൾ കൂട്ടിമുട്ടുമ്പോൾ അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന ഇന്റൻസിറ്റി ഹൈ ആണ്, റിസൾട്ടന്റ് വേവിന്റെ ഇന്റൻസിറ്റി ഹൈ ആണ്. അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ദാണ്ട് ഈ ഫോമാറ്റിലാണ്. പാത്ത് ഡിഫറൻസ് n ലാംഡ എന്ന ആ ഒരു ഇക്വേഷനുമായിട്ട് മാച്ച് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ വിതൗട്ട് എനി ഡൗട്ട് എന്റെ കുഞ്ഞുങ്ങളെ പറയാം, ദാറ്റ് ഇന്റർഫിയറൻസ് ഈസ് കൺസ്ട്രക്റ്റീവ് ഇൻ നേച്ചർ. ഇതാണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ അടുത്ത ടോപ്പിക്കായ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്താണെന്ന് നോക്കാലോ. സോ സെക്കൻഡ് വൺ ഇസ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. ഇത് പഠിച്ചതുപോലെ തന്നെ പഠിക്കാം. അഗെയിൻ രണ്ട് കളർ ഞാൻ എടുക്കുന്നു, ഒരു യെല്ലോയും ഒരു ഗ്രീനും. ഇങ്ങനെ രണ്ട് വേവുകൾ ദാണ്ട് ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നു? ഇന്റർഫിയർ ചെയ്യുന്നു. ആൻഡ് ഇഫ് ദാറ്റ് ഇന്റർഫിയറൻസ് ഈസ് ഡിസ്ട്രക്റ്റീവ്, അങ്ങനെയെങ്കിൽ ഞാൻ വേവ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ദാണ്ട് ഇതാണ് യെല്ലോ. സോ യെല്ലോ കണ്ടാൽ ഇങ്ങനെയിരിക്കും. അതിന്റെ കൂടെ ആരാണ്? പ്ലസ് ദ അതർ വൺ, റൈറ്റ്? ഗ്രീൻ കണ്ടു കഴിഞ്ഞാൽ ഇഫ് ദ ഇന്റർഫിയറൻസ് ഡിസ്ട്രക്റ്റീവ്, ദാണ്ട് ഒരേ ഫേസിൽ ആയിരിക്കത്തില്ല. രണ്ടും നോക്കിയേ, ഒരേ ഫേസിലാണോ? ഇവിടെ കാണുന്ന ഒരു പോയിന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുമോ? ഇല്ല, മാറി, ഫേസ് മാറി, ഔട്ട് ഓഫ് ഫേസ് ആണ് അല്ലേ? അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 180 π ആ ഒരു വാല്യൂ ആയിരിക്കും. നേരെ ഫ്ലിപ്പ് ആക്കി, സോ 180 ആയിരിക്കും ഫേസ് ഡിഫറൻസ് വരുന്നത്. സോ അങ്ങനെയാണ് കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്തായിരിക്കും കിട്ടാൻ പോകുന്ന റിസൾട്ടന്റ് വേവ് എന്ന്. ഇതാണ് കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടന്റ് വേവ് വലിയ ഒരു ഫ്രീക്വൻസിയും കാര്യങ്ങളൊന്നും തരാത്ത ഒരു നെഗ്ലിജിബിൾ, ഒരു ചെറിയ ഒരു ഫ്രീക്വൻസി ആയിരിക്കും. അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഭയങ്കര കുറവായിരിക്കും, അല്ലെങ്കിൽ ഇന്റൻസിറ്റി വളരെ കുറവായിരിക്കും. ദ ഇന്റൻസിറ്റി വുഡ് ബി മിനിമം. സോ ഒന്നാമത്തെ കണ്ടീഷനാണ് ഇവിടെ ഉണ്ടാവുന്ന, ഇഫ് ദ ഇന്റർഫിയറൻസ് ഇസ് ഡിസ്ട്രക്റ്റീവ് ഇൻ നേച്ചർ, അവിടെ ഉണ്ടാവുന്ന ഇന്റൻസിറ്റി വളരെ മിനിമം ആയിരിക്കും. ഓക്കെ, ആ ഇന്റൻസിറ്റി എന്തിന് പ്രപ്പോർഷണൽ ആണ്? നമ്മൾ നേരത്തെ പഠിച്ച കേസ് എന്തായിരുന്നു? ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് A1 ആണെന്ന് വെക്കട്ടെ, രണ്ടാമത്തെ ആംപ്ലിറ്റ്യൂഡ് A2 ആണെന്ന് വിരിക്കട്ടെ. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് A2 ആകട്ടെ എങ്കിൽ പഴയ കേസിൽ രണ്ടുകൂടെ ആഡ് ചെയ്യണം അല്ലേ? ഇവിടുത്തെ കേസിൽ എന്ത് ചെയ്യണം? രണ്ടുകൂടെ സബ്ട്രാക്ട് ചെയ്യണം. സോ A1 - A2 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും ഇന്റൻസിറ്റി, ആൻഡ് ദ ഇന്റൻസിറ്റി ഈസ് മിനിമം. സോ ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ മിനിമം ഇന്റൻസിറ്റി. ക്ലിയർ? രണ്ടാമത്തെ ഫേസ് ഡിഫറൻസ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഫേസ് ഡിഫറൻസ് എങ്ങനെ ആയിരിക്കും വരുന്നത്? നമ്മൾ പറഞ്ഞു പൈ 180 ഡിഗ്രി അല്ലെ? 180 ഡിഗ്രി എന്ന് വെച്ചാൽ പൈ അല്ല. സോ പൈ, 3 π, 5 π. ഈ ഒരു 5 π എന്നാട്ടോ ഞാൻ എഴുതിയേ. ഓക്കെ, 5 π ഈ ഒരു ഫോമാറ്റിലായിരിക്കും ഫേസ് ഡിഫറൻസ് പോവുക. ക്ലിയർ ആണോ? സോ ഇന്റൻസിറ്റി മിനിമം ആണ്, ഫേസ് ഡിഫറൻസ് ദാണ്ട് ഈ ഒരു ഫോമാറ്റ് ആണ്. ഇനി എന്താ ഉള്ളത്? പാത്ത് ഡിഫറൻസ്. നമ്മൾ അതും പഠിച്ചതല്ലേ? സോ പാത്ത് ഡിഫറൻസ് എങ്ങനെ ആയിരിക്കും? ഏത് കളർ യൂസ് ചെയ്യാം? വൈറ്റ് യൂസ് ചെയ്യാം. സോ ഹൗ വിൽ ബി ദ പാത്ത് ഡിഫറൻസ്? പാത്ത് ഡിഫറൻസ് എങ്ങനെ ആയിരിക്കും? അത് 2n + 1 λ/2. ഈ ഒരു ഫോമാറ്റിൽ, ഈ ഒരു ഇക്വേഷന്റെ ഫോമാറ്റിലായിരിക്കും ഇവിടെ വരുന്ന ആ ഒരു പാത്ത് ഡിഫറൻസ്. സെയിം കോൺസെപ്റ്റ് ആണ്, കോൺസെപ്റ്റ് മാറുന്നൊന്നുമില്ല. ആ ഡിഫറൻസ് അധികം വന്ന പാത്ത് എടുത്തു കഴിഞ്ഞാൽ ഏത് ഇക്വേഷനുമായിട്ട് കമ്പാറ്റബിൾ ആണ്? 2n + 1 λ/2 എന്ന ഇക്വേഷനുമായിട്ട് കമ്പാറ്റബിൾ ആണ്.
ഇത്രേ 3 പോയിന്റ്സ് ആണ് നിങ്ങൾ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് കേൾക്കുമ്പോൾ ഓർക്കേണ്ടത്, മനസ്സിലേക്ക് ഓടി വരേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്, ദ ഇന്റൻസിറ്റി വുഡ് ബി റിയലി മിനിമം, വളരെ മിനിമം ഇന്റൻസിറ്റി ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ആൻഡ് ദാറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു എന്ത്, a1 - a2 the whole square. രണ്ടാമത്തെ പോയിന്റ് എന്താ കുഞ്ഞുങ്ങളെ, phi phase difference. എങ്ങനെയാണ് അത്, പൈ 3π 5π ഈ ഒരു റേഷ്യോയിലായിരിക്കും ഫേസ് ഡിഫറൻസ് പോകുന്നത്. മൂന്നാമത്തെ പാത്ത് ഡിഫറൻസോ അത് 2n+1 λ/2 ഈ ഒരു ഇക്വേഷൻ ആയിട്ട് കോമ്പാക്റ്റബിൾ ആയിരിക്കും. ഇന്റൻസിറ്റി കണ്ടോ, ഒട്ടും തന്നെ ഇല്ല. ക്ലിയർ ആണോ? എന്താണ് കൺസ്ട്രക്റ്റീവ്, എന്താണ് ഡിസ്ട്രക്റ്റീവ് എന്നുള്ളത് കൃത്യമായി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? സോ രണ്ട് വേവുകൾ കൂട്ടിമുട്ടിയാൽ ആ പ്രോസസ്സിനെ ഇന്റർഫിയറൻസ് എന്ന് വിളിക്കും. ആ കൂട്ടിമുട്ടൽ രണ്ട് രീതിയിലാകാം അല്ലേ? രണ്ട് വേവും ഒരേ ഫേസിലാണെങ്കിൽ അത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരിക്കും. രണ്ടും ഔട്ട് ഓഫ് ഫേസ് ആണ്, ഒരേപോലല്ല എന്നുണ്ടെങ്കിൽ അത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരിക്കും. ആൻഡ് സോ ആർ ദ പ്രത്യേകതകൾ ഓഫ് ബോത്ത് ദ ഇന്റർഫിയറൻസ്. ക്ലിയർ? ഓൾറൈറ്റ്. സോ അങ്ങനെയെങ്കിൽ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്താണ് ഈ എക്സ്പെരിമെന്റ്, അല്ലെ എന്തിനാണ് ഈ ഒരു എക്സ്പെരിമെന്റ് എന്ന് നമുക്ക് നോക്കാം. സോ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ബേസിക്കലി ഇന്റർഫിയറൻസിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള നമ്മുടെ യങ് എന്നൊരു സയന്റിസ്റ്റ്, ഓർക്കുന്നുണ്ടോ? പഴയ ആ ചാപ്റ്ററിൽ പ്രീവിയസ് വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു, യങ് എന്നൊരു സയന്റിസ്റ്റ് ഉണ്ട്, ഹൈജീൻ യങ്. ഇവരൊക്കെ എന്തിനു വേണ്ടി വാദിച്ചതാണ്? ലൈറ്റ് വേവ് നേച്ചർ ആണ് എന്ന് വാദിച്ച സയന്റിസ്റ്റാ. അപ്പൊ ഈ യങ്ങിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഈ പറയാൻ പോകുന്നത്. അപ്പൊ ഈ എക്സ്പെരിമെന്റിലൂടെയാണ് പുള്ളിക്കാരൻ ഇന്റർഫിയറൻസ് എന്താണ്, ഇന്റർഫിയറൻസ് പാറ്റേൺ എന്താണ് എന്നൊക്കെ പറഞ്ഞു തരുന്നത്. ആ എക്സ്പെരിമെന്റ് ആണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഓക്കെ, സോ ഇവിടെ പുള്ളി ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഒരു ഇൻകോഹറന്റ് സോഴ്സിനെ എടുത്തു. സോ എന്താണ് കുഞ്ഞുങ്ങളെ ഇൻകോഹറന്റ് സോഴ്സ് എന്ന് വെച്ചാൽ? നമുക്ക് കൊഹറന്റ് സോഴ്സ് എന്താണെന്ന് അറിയാം അല്ലേ? എവിടെയാ സ്ലൈഡ്? നമ്മൾ തുടക്കത്തിൽ കൊഹറന്റ് സോഴ്സ് എന്താണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാ. എന്തായിരുന്നു പ്രത്യേകത? ഒരേ ഫ്രീക്വൻസി, കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസും. അങ്ങനെയെങ്കിൽ ഇൻകോഹറന്റ് എന്താ? ജസ്റ്റ് ദ ഓപ്പോസിറ്റ്. ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല, ഓക്കെ. ഫേസ് ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല, ഓക്കെ. അങ്ങനെയെങ്കിൽ ആ സോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻകോഹറന്റ് സോഴ്സ്. ക്ലിയർ ആണോ? അത്തരം സോഴ്സുകളെ വിളിക്കുന്ന പേരാണ് ഇൻകോഹറന്റ് സോഴ്സ്. ആ സോഴ്സുകളും എന്ത് എമിറ്റ് ചെയ്യും? ലൈറ്റിനെ എമിറ്റ് ചെയ്യും. പക്ഷെ അതിന്റെ ഫ്രീക്വൻസി, അതിന്റെ ഫേസ് ഡിഫറൻസ് ഇതൊന്നും തന്നെയും എന്തായിരിക്കത്തില്ല? ഇറ്റ് വോണ്ട് ബി കോൺസ്റ്റന്റ്. അത്തരം വേവ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻകോഹറന്റ് സോഴ്സ്. സോ നമ്മളിവിടെ ഈ ഒരു എക്സ്പെരിമെന്റിൽ ഒരു ഇൻകോഹറന്റ് സോഴ്സ് ആണ്, നമ്മളല്ല ആക്ച്വലി നമ്മുടെ യങ് എടുത്തേക്കുന്നത്. സോ ഇതിനെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്നും പറയാറുണ്ട്. സോ യങ് എടുത്തത് എന്താണ്? ഒരു കൊഹറന്റ് സോഴ്സ് എടുത്തു. കൊഹറന്റ് സോഴ്സിന്റെ പ്രത്യേകത എന്താ? അത് ലൈറ്റിനെ എമിറ്റ് ചെയ്യും അല്ലേ? ഇങ്ങനെ ലൈറ്റിനെ ഒക്കെ എമിറ്റ് ചെയ്യും, ഓക്കെ. പിന്നെ പുള്ളി ചെയ്തതെന്ന് വെച്ചാൽ രണ്ട് സ്ലിറ്റുകൾ എടുത്തു. എന്താ സ്ലിറ്റ്? ബേസിക്കലി രണ്ട് വിടവുകൾ. ഒരു പ്ലെയിൻ ആയിരിക്കും, ആ പ്ലെയിനിൽ രണ്ട് ചെറിയ വെട്ടോ രണ്ട് ചെറിയ വിടവുകളോ ഉണ്ട്. അങ്ങനെ രണ്ട് സ്ലിറ്റുകൾ എടുത്തു. സോ നമുക്ക് സ്ലിറ്റ് എന്ന് വരയ്ക്കാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്ലിറ്റ്. ഇതൊരു സ്ലിറ്റ്, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് മറ്റൊരു സ്ലിറ്റ്. അങ്ങനെ രണ്ട് ചെറിയ സ്ലിറ്റുകൾ എടുത്തു. ക്ലിയർ? സോ എന്താ സംഭവിക്കുക? എന്നിട്ട് ഒരു സാധനം കൂടി എടുത്തു, ഒരു സ്ക്രീൻ. അത് എവിടെ ആയിട്ടായിരിക്കും? അത് വേണ്ട ഇവിടെ ആയിട്ട് ഒരു സ്ക്രീനും കൂടി പുള്ളി കണക്ട് ചെയ്ത് വെച്ചു. സോ ദിസ് ഇസ് ദ സ്ക്രീൻ, ഓക്കെ. ഇതെന്താണ്? അതൊരു സ്ക്രീനാണ്. സോ ഇതൊരു സ്ക്രീനാണ്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് പരിപാടി. സോ നമുക്ക് വീണ്ടും നോക്കാം. ഇവിടെ എന്താണ്? ഇത് ഒരു ഇൻകോഹറന്റ് സോഴ്സ് ആണ്. ഇൻകോഹറന്റ് സോഴ്സ് എന്ത് ചെയ്യുന്നു? ലൈറ്റുകളെ ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നു. ഈ ലൈറ്റുകൾ സ്ലിറ്റിൽ വന്ന് ഇങ്ങനെ പതിക്കുകയാണ്, ഓക്കെ. സ്ലിറ്റിൽ വന്ന് ഇങ്ങനെ പതിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ നിന്നും ദാണ്ട് ഈ ഒരു പോയിന്റ് ചെയ്യുന്ന വീണ്ടും ഓരോ വേവുകൾ ഇങ്ങനെ ക്രിയേറ്റ് ആവും. കണ്ടോ? ഈ പോയിന്റ് ചെയ്യുന്ന വീണ്ടും ഓരോ വേവുകൾ ഇങ്ങനെ ക്രിയേറ്റ് ആവും. ഇനി ഈ ലൈറ്റുകളുടെ, ഈ ലൈറ്റ് വേവ്സിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ ലൈറ്റ് വേവ് ഇറ്റ് വുഡ് ബി ഓഫ് കൊഹറന്റ് ഇൻ നേച്ചർ. കേട്ടോ? അപ്പം ഒറ്റയടിക്ക് എങ്ങനെ ഒരു ഇൻകോഹറന്റ് സോഴ്സിനെ കൊഹറന്റ് സോഴ്സ് ആക്കാം എന്നും കൂടി നമ്മൾ പഠിക്കുന്നത്. എന്താ ചെയ്യേണ്ടേ? ഒരു ഡബിൾ സ്ലിറ്റിലൂടെ ഇതിനെ കയറ്റിവിട്ടാൽ മതി. എന്ത് സംഭവിക്കും? അതിൽ നിന്നും വരുന്നത്, സ്ലിറ്റിൽ നിന്ന് വെളിയിൽ വരുന്ന ലൈറ്റുകൾ ഇറ്റ് വുഡ് ബി കൊഹറന്റ് ഇൻ നേച്ചർ, വിച്ച് മീൻസ് ഒരേ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റുകളായിരിക്കും വെളിയിലേക്ക് വരുന്നത്. മനസ്സിലായോ? സോ ഈ ലൈറ്റുകൾ എന്താണ്? കൊഹറന്റ് ഇൻ നേച്ചർ ആണ്. ഈ ലൈറ്റുകൾ എന്ത് ചെയ്യും? നോക്കിയേ, ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ രണ്ട് ലൈറ്റുകളൊക്കെ ഇന്റർഫിയർ ചെയ്യും. എവിടെ ഇന്റർഫിയർ ചെയ്തു? നോക്കിയേ, കണ്ട് ഈ കാണുന്ന എല്ലാ പോയിന്റുകളും എന്താ ചെയ്യുന്നത്? ഇന്റർഫിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ലൈറ്റുകൾ ഇവിടെ മീറ്റ് ചെയ്യുന്നു. മീറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഇന്റർഫിയർ, സൂപ്പർ ഇമ്പോസ് ചെയ്തു. ഇന്റർഫിയറൻസ് ആണ് ഈ ഓരോ പോയിന്റുകൾ നടക്കുന്നത്. അപ്പൊ ഈ ഓരോ പോയിന്റിലെ ഇന്റർഫിയറൻസ് നമുക്ക് ഈ സ്ക്രീനിൽ നോക്കാം. സോ നോക്കിയേ, ഇന്റർഫിയറൻസിന്റെ പാറ്റേൺ, സ്ക്രീനിൽ കിട്ടിയിരിക്കുന്ന ഇന്റർഫിയറൻസ് കാണുന്നത് കണ്ടോ? ഇതെന്താണ്? ഒരു പാറ്റേൺ പോലെയാണ്. ഒരേപോലെയല്ലേ ഓൾട്ടർനേറ്റ് ആയിട്ടല്ലേ പോകുന്നത്. സോ നമുക്ക് അതിനൊരു പാറ്റേൺ എന്ന് വിളിക്കാം. എന്ത് പാറ്റേൺ ആയി കിട്ടിയിരിക്കുന്നത്? ഇവിടെ ഈ ഇന്റർഫിയറൻസ് കാണിക്കുന്ന പാറ്റേൺ ആയി സ്ക്രീനിൽ കാണിക്കുന്നത്. സോ ഈ പാറ്റേൺ നമുക്ക് ഇന്റർഫിയറൻസ് കൊണ്ട് കിട്ടിയ പാറ്റേൺ ആണ്. അതുകൊണ്ട് ഈ പാറ്റേണിനെ നമുക്ക് ഇന്റർഫിയറൻസ് പാറ്റേൺ എന്ന് പറയാം. ഇന്റർഫിയറൻസ് പാറ്റേൺ.
സോ എന്താണ് ഈ ഇന്റർഫിയറൻസ് പാറ്റേണിന്റെ പ്രത്യേകത? നമുക്ക് കാണാം, ഒരു ബ്രൈറ്റ് ബാൻഡ് എന്ന് നമ്മൾ പറയും, ഫ്രിഞ്ച് അല്ലെങ്കിൽ ബാൻഡ്. സോ ഇതെന്താണ്? ഇതൊരു ബ്രൈറ്റ് ബാൻഡ് ആണ്. സോ ദിസ് ഈസ് എ ബ്രൈറ്റ് ബാൻഡ്. ഓക്കെ, സോ ഇതെന്താണ്? ഇതൊരു ഡാർക്ക് ബാൻഡ് ആണ്. സോ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ഡാർക്ക് അങ്ങനത്തെ ഓൾട്ടർനേറ്റ് ബാൻഡ്സ് ആയിരിക്കും ഒരു ഇന്റർഫിയറൻസ് പാറ്റേണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഒരു കാര്യം കൂടി എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൽ ഈ ബ്രൈറ്റ് ബാൻഡുകൾ ആ ഇന്റർഫിയറൻസ് ഈസ് കൺസ്ട്രക്റ്റീവ്. സോ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഇന്റർഫിയറൻസ് കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ബ്രൈറ്റ് ബാൻഡ് കിട്ടും. കണ്ടോ? ഇന്റർഫിയറൻസ് കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ വിൽ ഗെറ്റ് എ ബ്രൈറ്റ് ബാൻഡ്. നേരെ തിരിച്ച് അങ്ങനെയെങ്കിൽ ഇന്റർഫിയറൻസ് ഡിസ്ട്രക്റ്റീവ് ആണെങ്കിലോ? ഇന്റർഫിയറൻസ് ഡിസ്ട്രക്റ്റീവ് ആണെങ്കിലോ, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിലോ, നമ്മുടെ ബാൻഡ് വന്നിട്ട് എന്തായിരിക്കും? ഇറ്റ് വുഡ് ബി ഓഫ് എ ഡാർക്ക് ബാൻഡ്. ക്ലിയർ ആണോ? ഈ ഒരു പോയിന്റോട് മനസ്സിലായോ? സോ ഇന്റർഫിയറൻസ് പലതും നടക്കുന്നുണ്ട്. കൺസ്ട്രക്റ്റീവ് ചിലത് നടക്കാം, ചില കേസിൽ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും, പല ഇന്റർഫിയറൻസും പലതായിരിക്കും. ഓക്കെ, എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതാ ഫേസ്, ഫ്രീക്വൻസി, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ? ഒരേ ഫേസ് ആണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. കൺസ്ട്രക്റ്റീവ് നടന്നത് എങ്ങനെ മനസ്സിലാവും? ബാൻഡ് നോക്കിയാൽ മതി. കറസ്പോണ്ടിങ് ബാൻഡ് നോക്കിയാൽ ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും കാണുന്നത്. ഇവിടെ കണ്ടോ, നമ്മളൊരു യെല്ലോ ലൈറ്റ് ആണ്, അതുകൊണ്ട് ബാൻഡും ദാണ്ട് ഈ ഒരു ഫോമാറ്റിൽ വന്നു. ഇനിയും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ്. ഇവിടെ നടന്ന ഇന്റർഫിയറൻസിൽ ഏതെങ്കിലും ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ എങ്ങനെ കാണാം? അതൊരു ഡാർക്ക് ബാൻഡിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഈ കാണുന്നതാണ് എന്ത്? ഇന്റർഫിയറൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക കുഞ്ഞുങ്ങളെ, ഇവിടുത്തെ ഇന്റൻസിറ്റി എപ്പോഴും ഒരുപോലെ ആയിരിക്കും. കാണിച്ചു തരാം. ഇനിയും ഇന്റൻസിറ്റി എങ്ങനെയായിരിക്കും? നമുക്ക് ഈ കിട്ടിയ ഈ ഒരു ഇന്റർഫിയറൻസ് പാറ്റേണിന്റെ ഇന്റൻസിറ്റി നോക്കിയാലും ദാണ്ടേ ഒരുപോലല്ലേ? ഓൾമോസ്റ്റ് ഞാൻ ഈ വരച്ച് ശ്രദ്ധിക്കേണ്ട, നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ആയിരിക്കും. ഇന്റൻസിറ്റി സെയിം ആയിരിക്കും കേട്ടോ. ഇതൊക്കെയാണ് ഇന്റർഫിയറൻസിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ ആ കിട്ടുന്ന പാറ്റേൺസ് ഓൾട്ടർനേറ്റ് ഡാർക്ക് ബ്രൈറ്റ് ബാൻഡുകളായിരിക്കും. ഇന്റൻസിറ്റി എങ്ങനെ ആയിരിക്കും? ഇന്റൻസിറ്റി ഒരുപോലെ ആയിരിക്കും. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ലൈവ് ഇന്റർഫിയറൻസ് പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. എന്താണ്ട് ഇത് നമുക്ക് എക്സ്പെരിമെന്റലി നമ്മൾ ഡിവൈസ് വെച്ചൊക്കെ പാരറ്റസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പാറ്റേണുകളാണ്. റെഡ് ലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തെങ്കിൽ ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ഡാർക്ക് ബാൻഡുകൾ കണ്ടോ? അങ്ങനെ ഒരേ ഇന്റൻസിറ്റി, ഇതെല്ലാം ഇന്റൻസിറ്റിയാണ്. സൈഡിലോട്ട് പോകുമ്പോൾ ബ്ലഡ് ആവുന്നത് നിങ്ങൾ കാര്യമാക്കേണ്ട, അത് ആപ്പാരറ്റസിൽ അത്രേ കാണത്തുള്ളൂ, അതുകൊണ്ടാണ്. സോ എല്ലാം കോൺസ്റ്റന്റ് ഇന്റൻസിറ്റി ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഡാർക്ക് ബ്ലാക്ക് അങ്ങനത്തെ ബാൻഡുകളായിരിക്കും. ബ്രൈറ്റ് ഡാർക്ക് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ബാൻഡുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതെടുത്തോ, ഇതെന്താണ്? ഒരു ബ്രൈറ്റ് ബാൻഡ് ആണ്. എന്ത് ഇന്റർഫിയറൻസ് ആയിരിക്കും അവിടെ നടന്നേ? കൺസ്ട്രക്റ്റീവ് ആയിരിക്കും. ഇതെന്താണ്? ഇതൊരു ഡാർക്ക് ബാൻഡ് ആണ്. എന്ത് ഇന്റർഫിയറൻസ് ആയിരിക്കും? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരിക്കും. എത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ ഇന്റർഫിയറൻസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ്. അപ്പം എന്താണ് ഇന്റർഫിയറൻസ്? പഠിച്ചല്ലോ. ഇന്റർഫിയറൻസ് എന്താണെന്ന് അറിയാം. എന്താണ് കൊഹറന്റ് സോഴ്സ്? പഠിച്ചല്ലോ. ഇൻകൊഹറന്റ് സോഴ്സ് അറിയാലോ. ഇന്റർഫിയറൻസ് എത്ര തരം? 2 തരം, കൺസ്ട്രക്റ്റീവ്, ഡിസ്ട്രക്റ്റീവ്. പ്രത്യേകതകൾ എന്താണ് ഈ 2 കേസിലെയും? ക്ലിയർ ആണല്ലോ. എല്ലാം പഠിച്ചു. എല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ടോപ്പിക്കുമായിട്ട് തൊട്ടടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ ഹരി സാർ വരുന്നതായിരിക്കും. സോ ടിൽ ദാൻ ബൈ.